ഹായ് ഓൾ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് CMA USA പാർട്ട് 1 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ ഡി, കോസ്റ്റ് മാനേജ്മെൻറ്റ് അല്ലേ. ആ കോസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു ടോപ്പിക് ആൻഡ് കുറച്ച് കഴിഞ്ഞ റീസെൻ്റ് ആയിട്ടുള്ള വിൻഡോസിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും കൂടിയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ്. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും ഏതൊരു സ്റ്റുഡൻറ്റിനും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു ടോപ്പിക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് ചിലപ്പം ഈ ഒരു ടോപ്പിക്ക് അറിയുന്നതാവാം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഈ ടോപ്പിക്കിൽ കൺഫ്യൂഷൻസ് ഉള്ളവരാവാം. ആരുമായിക്കോട്ടെ, ഒരു 10 to 25 മിനിറ്റ് എടുക്കുള്ളൂ. ഇത്രയും നേരം നിങ്ങൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എടാ ഈ ടോപ്പിക്കിലെ എല്ലാ കൺഫ്യൂഷൻസും മാറ്റി നിർത്തി നമുക്ക് ഈ ടോപ്പിക്കിനെ വൃത്തിക്കൊന്ന് പഠിക്കാം. റെഡി അല്ലേ? എടാ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനീസ് 2 തരത്തിലുണ്ട്. ഓക്കെ, കമ്പനീസ് 2 തരത്തിലുണ്ട്. ആദ്യത്തെ ടൈപ്പ് ഓഫ് കമ്പനീസ് ആണ് മാനുഫാക്ചറിങ് കമ്പനീസ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് കമ്പനീസ് ആണ് ട്രേഡിംഗ് കമ്പനീസ്. ഓക്കെ, മാനുഫാക്ചറിങ് കമ്പനീസും ഉണ്ട്, ട്രേഡിംഗ് കമ്പനീസും ഉണ്ട്. മാനുഫാക്ചറിങ് കമ്പനീസ് എന്താ ചെയ്യുക? അവർ ഗുഡ്സിനെ മാനുഫാക്ചർ ചെയ്യും അഥവാ പ്രൊഡ്യൂസ് ചെയ്യും. മാനുഫാക്ചറിങ് കമ്പനീസ് ഗുഡ്സിനെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യും. അങ്ങനെ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഗുഡ്സിനെ അവരെന്ത് ചെയ്യും? ട്രേഡിംഗ് ഫേംസിലേക്ക് സെല്ല് ചെയ്യും. അങ്ങനെ മാനുഫാക്ചറിങ് ചെയ്ത ഗുഡ്സിനെ അവർ ട്രേഡിംഗ് ഫേമിന് സെല്ല് ചെയ്യും. ഓൺ ദ അതർ ഹാൻഡ് ട്രേഡിംഗ് ഫേം എന്താ ചെയ്യുക? മാനുഫാക്ചറിങ് ഫേമിൻ്റെ അടുത്തൊന്നും മേടിച്ചിട്ടുള്ള ഗുഡ്സിനെ എൻഡ് കസ്റ്റമേഴ്സിലേക്ക് സെല്ല് ചെയ്യും. ഇങ്ങനെയാണ് നമ്മളെ കമ്പനീസ് വർക്ക് ചെയ്യുന്നത്. മാനുഫാക്ചറിങ് കമ്പനീസ് ഗുഡ്സിനെ മാനുഫാക്ചർ ചെയ്യും. അങ്ങനെ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിനെ അവർ ട്രേഡിംഗ് ഫേംസിന് സെല്ല് ചെയ്യും. ട്രേഡിംഗ് ഫേംസ് എന്താ ചെയ്യുക? മാനുഫാക്ചറിങ് ഫേംസിൻ്റെ അടുത്തൊന്നും മേടിച്ച ഗുഡ്സിനെ എൻഡ് കസ്റ്റമേഴ്സിലേക്ക് സെല്ല് ചെയ്യും. സിമ്പിൾ അല്ലേ? എടാ നമുക്കിവിടെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇവിടെ മാനുഫാക്ചറിങ് ഫേം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെതർ ബൂട്ട്സ് ആണ്. നമ്മൾ കാലിലൊക്കെ വെയർ ചെയ്യുന്ന ലെതർ ബൂട്ടാണ്. അപ്പം അതിൻ്റെ റോ മെറ്റീരിയൽ എന്താ? ലെതർ ബൂട്ടിൻ്റെ റോ മെറ്റീരിയൽ എന്താ? ലെതറാണ് അല്ലേ? അപ്പം ഈ ഒരു മാനുഫാക്ചറിങ് ഫേം ആ ഒരു റോ മെറ്റീരിയൽ ആയിട്ടുള്ള ലെതറിനെ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കും? ഒരു ലെതർ ബൂട്ടാക്കും അല്ലേ? അതായത് ആ ഒരു പ്രൊഡക്റ്റിനെ മാനുഫാക്ചർ ചെയ്യും. അങ്ങനെ മാനുഫാക്ചർ ചെയ്ത ലെതർ ബൂട്ടിനെ അവർ ഒരു ട്രേഡിംഗ് ഫേമിലേക്ക് സെല്ല് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ SM സ്ട്രീറ്റിലൊക്കെ ഉള്ള ഷോപ്സ് ഇല്ലടാ, അതുപോലത്തെ ഷോപ്സ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഷൂവിൻ്റെ ഷോപ്പ്, അവർക്ക് അതെന്ത് ചെയ്യും? ഈ മാനുഫാക്ചറിങ് ഫേം അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യും. SM സ്ട്രീറ്റിലൊക്കെ ഉള്ള ട്രേഡിംഗ് ഫേംസ് പോലത്തെ ഷോപ്സ് എന്ത് ചെയ്യും? അവർ എൻഡ് കസ്റ്റമറിലേക്ക് ആ പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യും. അപ്പോൾ എങ്ങനെയാണ് മാനുഫാക്ചറിങ് ഫേമും എങ്ങനെയാണ് ട്രേഡിംഗ് ഫേമും വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, അങ്ങനെയാണെങ്കിൽ എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? എടാ നോക്കടാ, മാനുഫാക്ചറിങ് ഫേം എങ്ങനെയാണ് വർക്ക് ചെയ്യുക? നമ്മൾ പറഞ്ഞു മാനുഫാക്ചറിങ് ഫേം ഗുഡ്സിനെ മാനുഫാക്ചർ ചെയ്യും അല്ലേ? ഗുഡ്സിനെ അവർ ഉണ്ടാക്കും. അങ്ങനെ മാനുഫാക്ചർ ചെയ്ത ഗുഡ്സിനെ അവരെന്ത് ചെയ്യും? അവർ ട്രേഡിംഗ് ഫേമിലേക്ക് സെല്ല് ചെയ്യും അല്ലേ? ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ അവർ 1000 യൂണിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മാനുഫാക്ചറിങ് ഫേം 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ട്രേഡിംഗ് ഫേമിലേക്ക് സെല്ല് ചെയ്യുന്നുണ്ട് അല്ലേ? ട്രേഡിംഗ് ഫേമിലേക്ക് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര യൂണിറ്റ്സ് ആണോ ട്രേഡിംഗ് ഫേമിലേക്ക് സെല്ല് ചെയ്യുന്നത് അത്രയും യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഈ ഒരു മാനുഫാക്ചറിങ് ഫേമിന് എത്ര ചെലവ് വന്നോ അതാണ് ഈ ഒരു മാനുഫാക്ചറിങ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. എത്ര യൂണിറ്റ്സ് ആണോ ട്രേഡിംഗ് ഫേമിലേക്ക് സെല്ല് ചെയ്യുന്നത് അത്രയും യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു മാനുഫാക്ചറിങ് ഫേമിന് എത്ര കോസ്റ്റ് വന്നോ അതാണ് ആ ഒരു മാനുഫാക്ചറിങ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇവിടെ പറയുന്നുണ്ടെങ്കിൽ 1000 യൂണിറ്റ്സ് ആണ് ഈ ഒരു ട്രേഡിംഗ് ഫേമിലേക്ക് മാനുഫാക്ചറിങ് ഫേം സെല്ല് ചെയ്യുന്നത്. അപ്പോൾ ആ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ ഒരു മാനുഫാക്ചറിങ് ഫേമിന് എത്ര കോസ്റ്റ് വന്നോ അതാണ് ആ മാനുഫാക്ചറിങ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ക്ലിയർ ആണോ? ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ട്രേഡിംഗ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താ? നമ്മൾ പറഞ്ഞു ഇവിടെ മാനുഫാക്ചറിങ് ഫേമിൻ്റെ കേസിൽ നോക്കുമ്പോൾ എത്ര യൂണിറ്റ്സ് ആണോ സെല്ല് ചെയ്തത് അത്രയും യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് ആണോ വന്നത് അതാണ് മാനുഫാക്ചറിങ് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞു. ട്രേഡിംഗ് ഫേം ഇവിടെ ഒന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല,
അപ്പോൾ ആ ട്രേഡിംഗ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താ? ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ഫേംസ് എന്താ ചെയ്യുക? മാനുഫാക്ചറിങ് ഫേംസിൻ്റെ അടുത്ത് നിന്ന് ഗുഡ്സിനെ മേടിച്ചിട്ട് അത് എൻഡ് കസ്റ്റമർക്ക് സെല് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ലെറ്റ്സ് സേ ഈ ഒരു 1000 യൂണിറ്റ് മാനുഫാക്ചറിങ് കമ്പനി എന്ത് ചെയ്തു? ട്രേഡിംഗ് ഫേമിന് സെല് ചെയ്തു. അങ്ങനെ ഈ ഒരു ട്രേഡിംഗ് ഫേം അതിലൊരു 800 യൂണിറ്റ് എൻഡ് കസ്റ്റമർക്ക് സെല് ചെയ്തു. ട്രേഡിംഗ് ഫേം എന്ത് ചെയ്തു? 800 യൂണിറ്റ് എൻഡ് കസ്റ്റമർക്ക് സെല് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ എന്താ നോക്കേണ്ടത്? എത്ര യൂണിറ്റ്സ് ആണോ എൻഡ് കസ്റ്റമർക്ക് സെല് ചെയ്തത്, അത്രയും യൂണിറ്റ്സ് മാനുഫാക്ചറിങ് ഫേമിൻ്റെ അടുത്തുനിന്ന് വാങ്ങാനായിട്ട് ഈ ട്രേഡിംഗ് ഫേമിന് എത്ര ചെലവ് വന്നോ അതാണ് ട്രേഡിംഗ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ട്രേഡിംഗ് ഫേം എന്താണ് ചെയ്യുക? മാനുഫാക്ചറിങ് ഫേമിൻ്റെ അടുത്തുനിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്തിട്ട് അത് എൻഡ് കസ്റ്റമർക്ക് സെല് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എൻഡ് കസ്റ്റമർക്ക് എത്ര യൂണിറ്റ്സ് ആണോ സെല് ചെയ്തത് അത്രയും യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ഈ ട്രേഡിംഗ് ഫേമിന് എത്ര കോസ്റ്റ് വന്നോ, എത്ര ചെലവ് വന്നോ അതാണ് ഈ ട്രേഡിംഗ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പം ക്ലിയർ ആയോ? അപ്പോൾ ഒരു മാനുഫാക്ചറിങ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താ? ട്രേഡിംഗ് ഫേമിന് എത്ര യൂണിറ്റ്സ് ആണോ സെല് ചെയ്യുന്നത് അത്രയും യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മാനുഫാക്ചറിങ് ഫേമിന് എത്ര കോസ്റ്റ് വന്നു അതാണ് മാനുഫാക്ചറിങ് കമ്പനിയുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓൺ ദ അതർ ഹാൻഡ് ട്രേഡിംഗ് കമ്പനീൻ്റെ അടുത്താണെങ്കിലോ അവർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പകരം അവർ മാനുഫാക്ചറിങ് കമ്പനീൻ്റെ അടുത്തുനിന്നും അത് പർച്ചേസാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്ര യൂണിറ്റ്സ് ആണോ എൻഡ് കസ്റ്റമറിലേക്ക് സെല് ചെയ്യുന്നത് അത്രയും യൂണിറ്റ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് ആ ട്രേഡിംഗ് ഫേമിന് എത്ര കോസ്റ്റ് വന്നു അതാണ് ആ ട്രേഡിംഗ് ഫേമിൻ്റെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണെന്ന് ക്ലിയർ ആണോ? മാനുഫാക്ചറിങ് ഫേമിൻ്റെ കേസിലും ട്രേഡിംഗ് ഫേമിൻ്റെ കേസിലും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് രണ്ട് രീതിയിലാണ്. പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായോടാ? എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാനത് ക്ലിയർ ചെയ്ത് തരാം. ഇപ്പം ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റിലേക്ക് കടന്നാലോ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡിലേക്ക് കടന്നാലോ? ഓക്കെ, പേര് പോലെ തന്നെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ്. നിങ്ങൾ വിചാരിച്ചത് തന്നെ എന്താ? മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഒരു കമ്പനിക്ക് എത്ര കോസ്റ്റ് വന്നു അല്ലേ? മാനുഫാക്ചർ ചെയ്യാനായിട്ട് ഒരു കമ്പനിക്ക് എത്ര കോസ്റ്റ് വന്നു? അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സെർട്ടൈൻ പീരീഡിൽ ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനിഷ്ഡ് ഗുഡ്സ് അത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് ആ കമ്പനിക്ക് എത്ര കോസ്റ്റ് വന്നു? ഓക്കെ, ഒരു സെർട്ടൈൻ പീരീഡിൽ ആ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിനിഷ്ഡ് ഗുഡ്സ്, വർക്കിംഗ് പ്രോസസ്സ് കൂട്ടൂല, ഫിനിഷ്ഡ് ഗുഡ്സ്, ആ ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാനായിട്ട്, ആ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആ കമ്പനിക്ക് എത്ര കോസ്റ്റ് വന്നു? ഇതിനെയാണ് എന്ത് പറയുക? ഇതിനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് എന്ന് പറയുക. അപ്പം നിങ്ങൾ താഴെ കാണുന്ന ഡയഗ്രാംസിൽ നോക്കുക. ഇതിൽ കമ്പനി 1-നാണോ കമ്പനി 2-നാണോ, അതായത് മാനുഫാക്ചറിങ് ഫേമിനാണോ അല്ലെങ്കിൽ ട്രേഡിംഗ് ഫേമിനാണോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ ഉണ്ടാവുക? ആർക്കാ ഉണ്ടാവുക? ഇതിൽ ഈ രണ്ട് കമ്പനീസിൽ ആരാ ഗുഡ്സിനെ മാനുഫാക്ചർ ചെയ്യുന്നത്? ആരാ ചെയ്യുന്നത്? 1 ആണല്ലേ, മാനുഫാക്ചറിങ് ഫേംസ് ആണല്ലേ ഗുഡ്സിനെ മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് ഏത് കമ്പനിക്ക് ഉണ്ടാവുള്ളൂ? മാനുഫാക്ചറിങ് കമ്പനീസിന് ഉണ്ടാവുള്ളൂ. ആർക്ക് ഉണ്ടാവില്ല? ട്രേഡിംഗ് ഫേംസിന് ഉണ്ടാവില്ല. ക്ലിയർ ആണോ? എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെർട്ടൈൻ പീരീഡിൽ എത്ര യൂണിറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണോ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്രയും യൂണിറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അവർക്ക് എത്ര കോസ്റ്റ് വന്നു അതിനെയാണ് എന്ത് പറയുക? കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് എന്ന് പറയുക. ക്ലിയർ ആണോ? അത് ആർക്ക് ഉണ്ടാവില്ല? ട്രേഡിംഗ് ഫേംസിന് ഉണ്ടാവില്ല. കാരണം എന്താണ്? ട്രേഡിംഗ് ഫേംസ് ഗുഡ്സിനെ മാനുഫാക്ചർ ചെയ്യുന്നില്ല. ഓൺ ദ അതർ ഹാൻഡ് ഒരു മാനുഫാക്ചറിങ് ഫേം ആണെങ്കിൽ അവർ ഗുഡ്സിനെ ഉണ്ടാക്കുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് ആർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ? അതൊരു മാനുഫാക്ചറിങ് കമ്പനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ അല്ലേ? ആൻഡ് ഈ ഒരു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡിൽ നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കൺസിഡർ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. എന്താണ് പ്രൊഡക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള കോസ്റ്റുകൾ,
ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള കോസ്റ്റുകൾ, അതായത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് മാനുഫാക്ചറിങ് ഓവർഹെഡ്, ഈ 3 കോസ്റ്റുകൾ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അതർവൈസ് പീരീഡ് കോസ്റ്റുകളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. എന്താണ് പീരീഡ് കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് അല്ലാത്ത ബാക്കി എല്ലാ കോസ്റ്റിനും നമ്മൾ പീരീഡ് കോസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെയും കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡിൻ്റെയും കാൽക്കുലേഷനിൽ നമ്മൾ എന്ത് കോസ്റ്റ് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ എന്ത് കോസ്റ്റ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ? നമ്മൾ പ്രൊഡക്റ്റ് കോസ്റ്റ് മാത്രമേ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും മാനുഫാക്ചറിങ് ഓവർഹെഡും, ഈ 3 കോസ്റ്റ്, പ്രൊഡക്ഷനിൽ വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ്, ഇത് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ക്ലിയർ അല്ലേ? എടാ, അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡും നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. നിങ്ങൾക്ക് എവിടെയും ബാലൻസ് ഷീറ്റിലോ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലോ എവിടെയും നിങ്ങൾക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർ കാണാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാ? എക്സ്റ്റേണൽ യൂസേഴ്സിന് നമ്മൾ എത്ര ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു, അതിന് എത്ര കോസ്റ്റ് വന്നിരിക്കുന്നത്, അത് അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് എന്താണ് അറിയേണ്ടത്? നമ്മൾ എത്ര യൂണിറ്റാണ് സെല് ചെയ്തത്, അത്രയും യൂണിറ്റ്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വന്നു, അതാണ് എക്സ്റ്റേണൽ യൂസേഴ്സിന് ആവശ്യം. അല്ലാതെ നമ്മൾ എത്ര അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എത്ര യൂണിറ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് യൂസ് ചെയ്യുന്നത്? ഇന്റേണൽ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെർട്ടൈൻ പീരീഡിൽ നമ്മൾ എത്ര യൂണിറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കുന്നുണ്ടോ, എത്ര യൂണിറ്റ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, അത്രയും യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വന്നു, അതല്ലേ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ്. അപ്പോൾ അത് നോക്കിയാലേ എത്രയാണ് നമ്മൾക്കൊരു യൂണിറ്റ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കാനായിട്ട് എത്ര കോസ്റ്റ് വരുന്നുണ്ട്, ആ കോസ്റ്റ് കൂടുതലാണോ കുറവാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. എടാ, ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചറും ഇതൊക്കെ ഇത്ര ഇമ്പോർട്ടൻ്റ് ആണോ, ഇതൊക്കെ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ, കമ്പനീസിന് ഇതിൻ്റെ ബാക്കിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എടാ, ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഒരു കമ്പനിയുടെ ടോട്ടൽ പ്രൊഡക്ഷൻ എത്ര കോസ്റ്റ് വരുന്നുണ്ട് ഇത് കണ്ടുപിടിക്കാനാണ് ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലേ? കാരണം ഒരു ഫിക്സഡ് പീരീഡിൽ, ഒരു പീരീഡിൻ്റെ അകത്ത് എത്ര ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ടാക്കി, അത്രയും ഫിനിഷ്ഡ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് എത്ര കോസ്റ്റ് വന്നു. ഓക്കെ, എത്ര യൂണിറ്റ്സ് നമ്മൾ സെല് ചെയ്തു, അത്രയും യൂണിറ്റ്സ് ഫിനിഷ്ഡ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാൻ നമുക്ക് എത്ര കോസ്റ്റ് വന്നു. ഇതൊക്കെ എന്തിനാ സൂചിപ്പിക്കുന്നത്? നമ്മളുടെ ടോട്ടൽ പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിൽ എത്ര കോസ്റ്റ് വരുന്നുണ്ട് ഇത് കറക്റ്റായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രൊഡക്റ്റിനെ കറക്റ്റായിട്ട് പ്രൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം മേ ബി ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു പ്രൊഡക്റ്റിന് ശരിക്കും $100 അതിന് എന്തുണ്ട്, $100 അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രൊഡക്ഷനിലുള്ള കോസ്റ്റ് ഒന്നും കണ്ടുപിടിച്ചില്ല, അങ്ങനെ കണ്ടുപിടിക്കാത്തതുകൊണ്ട് നമുക്ക് ഇവരെ ശരിക്കും അതിൻ്റെ പ്രോപ്പർ പ്രൈസിങ്ങിലേക്ക് എത്താൻ പറ്റില്ല. നമ്മൾ എത്ര പ്രൈസ് ചെയ്തു? നമ്മൾ 80 എന്ന് പ്രൈസ് ചെയ്തു. ശരിക്കും അതിന് 100 ഉണ്ടാവേണ്ട സ്ഥലത്ത് പ്രോപ്പറായിട്ടുള്ള കോസ്റ്റിൻ്റെ ഡാറ്റ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിന് 80 എന്ന് പ്രൈസ് ചെയ്തു. ആലോചിച്ച് നോക്ക്, നമ്മൾ അണ്ടർ പ്രൈസാണ് ചെയ്തിട്ടുള്ളത്. $100 പ്രൈസ് വരുന്ന സാധനത്തിന് നമ്മൾ വിൽക്കുന്നത് $80. അപ്പം നമുക്കിവിടെ എന്ത് സംഭവിക്കും? നമ്മളുടെ പ്രോഫിറ്റ് ഇവിടെ കുറയും അല്ലേ? ആൻഡ് ആലോചിച്ച് നോക്കുക, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്തു? ഓവർ പ്രൈസ് ചെയ്തു എന്ന് വിചാരിക്കുക. പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പ്രൈസിൻ്റെ ഡാറ്റ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കോസ്റ്റിൻ്റെ ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു? ആ പ്രൊഡക്റ്റിനെ ഓവർ പ്രൈസ് ചെയ്തു എന്ന് വിചാരിച്ചോ. അപ്പോൾ ആലോചിച്ച് നോക്ക്, മാർക്കറ്റിൽ 100 രൂപയെ അതിന് ശരിക്കും വില വരാൻ പാടുള്ളൂ, അത് നിങ്ങൾ 120 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പം അവിടെ എന്ത് സംഭവിക്കും? അവിടെ നിങ്ങളുടെ സെയിൽസ് കുറയും അല്ലേ? 100 രൂപേൻ്റെ സാധനം 150 ഒരാൾ വിൽക്കുന്നുണ്ടെങ്കിൽ ആൾക്കാരത് പോയിട്ട് വാങ്ങുമോ? ഇല്ല. അവിടെ നിങ്ങളുടെ സെയിൽസ് കുറയും. കുറച്ച് ചെറിയ പൈസയ്ക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പ്രോഫിറ്റ് കുറയും. കൂടുതൽ പൈസയ്ക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ സെയിൽസ് കുറയും. അപ്പോൾ കറക്റ്റായിട്ട് എത്ര പ്രൈസ് ചെയ്യണം, കറക്റ്റായിട്ട് $100 പ്രൈസ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് ടോട്ടൽ എത്ര കോസ്റ്റ് ആയി എന്ന് അറിയേണ്ടത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ്ങും കണ്ടുപിടിക്കേണ്ടത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്.
എടാ അടുത്ത നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മാത്രമാണ് എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കാൽക്കുലേഷനിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തായാലും കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചേർഡ് കണ്ടുപിടിക്കണം. അതുകൊണ്ട് ഇതിനെ എടുക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കാൽക്കുലേഷനിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് മാനുഫാക്ചർഡ് വരുന്നുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞു കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബാലൻസ് ഷീറ്റിലാണോ ഇൻകം സ്റ്റേറ്റ്മെന്റിലാണോ യൂസ് ചെയ്യുന്നത്? നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. എടാ നമ്മളൊരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അത് എവിടെയാണ് പോയി കിടക്കുക? നമ്മളൊരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്തു, അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി, അത് എവിടെയാണ് ഉണ്ടാവുക? അത് ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിലെ ഇൻവെന്ററിയിൽ ഉണ്ടാവും അല്ലേ? നമ്മളൊരു ഗുഡ്സിനെ മാനുഫാക്ചർ ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് അസറ്റ് സൈഡിലെ ഇൻവെന്ററിയിൽ ഉണ്ടാവും. ഓക്കെ, വൺസ് ആ ഗുഡ്സ് നമ്മൾ സെല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോവത്? ബാലൻസ് ഷീറ്റിലാണോ? അല്ല, ഇൻകം സ്റ്റേറ്റ്മെന്റിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ആ ഐറ്റം അവിടെ കാട്ടും. അപ്പോൾ നമ്മൾ ആ ഗുഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ബാലൻസ് ഷീറ്റിലെ ഇൻവെന്ററിന്റെ അകത്തുണ്ടാവും. വൺസ് ആ ഗുഡ്സ് സെല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഐറ്റം കാണാൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ? അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഫിനിഷ്ഡ് ഗുഡ്സ് ആയി കഴിഞ്ഞാൽ അസറ്റ് സൈഡിലെ ഇൻവെന്ററിയിലും, വൺസ് ആ ഗുഡ്സ് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഇൻകം സ്റ്റേറ്റ്മെന്റിലെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ടുമായിരിക്കും നമ്മൾ കാണിക്കുക. ക്ലിയർ ആണോ? അങ്ങനെയാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എക്സ്റ്റേണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ ഉണ്ടാവുക. ക്ലിയർ ആണോ? നമുക്ക് ഇവരുടെ കാൽക്കുലേഷനിലേക്ക് കടന്നാലോ? ഓക്കെ.